വിസ്മയം എന്ന് വി.ഡി. സതീശൻ പറഞ്ഞ ഒരു കാഴ്ചയ്ക്ക് കാരണമായത് താങ്കൾ പറഞ്ഞതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടം UDF-നുണ്ടായി എന്നൊരു പ്രതീതി ഉണ്ടായതും കണക്കുകൾ ഏതാണ്ട് UDF-ന് വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയതും തന്നെയാണ്. അതിനുശേഷമാണ് പെട്ടെന്ന് UDF-ൽ കോൺഗ്രസിൽ പ്രത്യേകിച്ച് ഒരു ഐക്യത്തിൻ്റെ പ്രതീതി ഉണ്ടായത്. അത് വയനാട്ടിൽ ലക്ഷ്യയിലേക്ക് നീങ്ങിയത്. കനകോലു അവിടെ നിന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസിന് കാരണമായിട്ടുള്ള 85 സീറ്റ് വരെ ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണക്കുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിൽ നിൽക്കാതെ വി.ഡി. സതീശൻ 100 എന്ന സംഖ്യ കൊണ്ടുവന്നത്. പക്ഷേ അതും പറഞ്ഞതിന് ശേഷമുണ്ടായ വിസ്മയങ്ങളുടെ കണക്കെടുത്തപ്പോഴാണ് പണ്ട് സതീശൻ പറഞ്ഞതുപോലെ തന്നെയാണോ, വിസ്മയത്തിന് മുമ്പ് ചില വാക്കുകളൊക്കെ പറഞ്ഞു, പോറ്റിയെ കൊണ്ട് ചില പരാതികൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു, പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ, പോറ്റിയുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് തന്നെ മോഷണം പോയ മുതൽ കണ്ടെത്തി. അവിടെ നിന്നാണല്ലോ ഒരു ഭാഗത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശബരിമല വഴി നേട്ടമുണ്ടാക്കുകയും പാരഡി ഉപയോഗിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ പാരഡി പാടാൻ പറ്റുന്നില്ല, എന്ന് പറയാൻ പറ്റുന്നില്ല, പാര വരെ എത്തുന്നില്ല. അപ്പോൾ അതാണ് അവസ്ഥ. ഒന്ന്. രണ്ടാമത്, ഘടകകക്ഷികൾ വരുമെന്ന് പറഞ്ഞിട്ട് 2 ഘടകകക്ഷികൾ മുഖത്ത് നോക്കി നോ പറഞ്ഞു. വിസ്മയമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഐഷ പോറ്റിയെപ്പോലുള്ളവരെ കൊണ്ടുവന്ന് മുഖം രക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഞാൻ വിശദീകരിച്ച് ഇത്രയും പറഞ്ഞത്. എൻ ശ്രീകുമാർ, ഇതാണോ വിസ്മയം എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സതീശൻ വിസ്മയം എന്ന വാക്കേ കേട്ടിട്ടില്ല. നോക്കൂ, വിസ്മയം എന്നുള്ള വാക്ക് സതീശൻ നാളെയും പറയും, ഇന്ന് കേട്ടിട്ടുണ്ടാവില്ല, നാളെ പറയും. അതിലൊന്നും ഒരു മാറ്റമില്ല. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ 6 കോർപ്പറേഷനിൽ UDF-ന് ഉണ്ടായിരുന്ന ഒരൊറ്റ കോർപ്പറേഷനാണ്. അതിപ്പോൾ CPM-ലേക്ക് എത്തി. CPM-ന് ഇപ്പോൾ ഒരൊറ്റ കോർപ്പറേഷനുള്ളൂ, UDF-ന് 4 കോർപ്പറേഷനുണ്ട്. അറിയാമല്ലോ, തിരുവനന്തപുരത്ത് UDF-ൻ്റെ ഭരണത്തിൻ്റെ നേട്ടം കാരണം അത് BJP അവിടെ കൊണ്ടുപോവുകയും ചെയ്തു. ഇതാണല്ലോ നമ്മുടെ കേരളത്തിലെ മൊത്തം അവസ്ഥ. കോർപ്പറേഷൻ മാത്രം ഞാൻ പറയുകയാണ്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ 7 ജില്ലാ പഞ്ചായത്ത് വീതം 2 മുന്നണിക്കുണ്ട്, BJPക്ക് ഒന്നുമില്ല. ആ 7 വീതം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും കൂടുതൽ ഡിവിഷനുകളിലുള്ള മുന്നണി UDF ആണ്. അതാണ് ആദ്യത്തെ കാര്യം. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഞാൻ വിവരിക്കുന്നില്ല, മുനിസിപ്പാലിറ്റിയുടെ ഒന്നും കാര്യം, കാരണം അവിടെയൊക്കെ ചില ഏറ്റക്കുറച്ചിലൊക്കെ കാണാം, ഡിവിഷൻ വാർഡ് തിരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിൽ ഈ നേട്ടങ്ങൾക്ക് കാരണം ശബരിമലയാണ് എന്നും ആ പാരഡിയിലെ ആത്മവിശ്വാസമാണെന്നും പറഞ്ഞവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ആ പാരഡിക്ക് ഇപ്പോൾ എന്ത് പറ്റി? അതിൽ പറഞ്ഞ കണ്ടന്റിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് തിരിച്ചടിയല്ലേ? അത് കോൺഗ്രസിന് അത് പറയാൻ പറ്റുമോ? താങ്കൾക്ക് ഈ ചർച്ചയിൽ അതേ കാര്യങ്ങൾ എടുത്തു പറയാൻ പറ്റുമോ? ഡോക്ടർ ലാലെ, നിങ്ങളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം ആ പാരഡി പാട്ട് ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം രാപകൽ സമരം ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത്. അന്ന് മുഴുവൻ തന്നെയാണ് പാടിയത്, രാത്രിയിലും പകലും അതിൻ്റെയാണ് പാടിയത്. ഇത് ദിവസം പാട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ കേരളത്തിൽ? ഇനി അടുത്ത തവണ അത് പാടും. ഇനിയിപ്പോൾ എന്നാ പാടുന്നത് വെച്ചാൽ അടുത്ത കോൺഗ്രസിൻ്റെ പരിപാടിക്ക് ആ പാട്ട് പാടും. അല്ല, ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു താളം കിട്ടുമ്പോൾ അതങ്ങ് പാടി പോവാന്നുള്ളതല്ലാതെ. പക്ഷെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മാറിയില്ലേ? ഇപ്പോൾ എവിടെയാണ്? ഇതാ നോക്കൂ, കോൺഗ്രസിലെ KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ പോറ്റി അവിടെ എത്തുന്നു എന്നാണ് കാര്യം. അത് കഴിഞ്ഞ് G കാർത്തികേയൻ്റെ കാലഘട്ടം, ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടം. അത് കഴിഞ്ഞ് VS ശിവകുമാറിൻ്റെ ദേവസ്വം മന്ത്രി എന്നുള്ള കാലഘട്ടം. ഇതിനിടയ്ക്ക് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പോറ്റിയുമായിട്ടുള്ള ബന്ധം, പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്ന് വാജി രൂപം ഉൾപ്പെടെ കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടത്. G രാമൻ നായർ, MP ഗോവിന്ദൻ നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ, പിന്നെ അജയ് തറയിൽ, ഇത്രയും കോൺഗ്രസ്സുകാരാണ്. പിന്നീടാണ് ചിത്രം. അടൂർ പ്രകാശ്, ആൻ്റണി, ഗോവർദ്ധൻ, ഭണ്ഡാരി, ഇവരൊക്കെ കൂടി ചേർന്ന് സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രം, ഇപ്പോഴും വിശദീകരിക്കാത്ത ചിത്രം.